പണ്ട് വയനാട്ടിലെ മിക്ക വീടുകളും ഇതുപോലെയായിരുന്നു. വീടിനോട് ചേർന്ന് വയൽ, ആവശ്യത്തിന് ഇതാ വാഴക്കായൊക്കെ കിട്ടും. നമുക്കൊരു ചോറ് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇല മുറിക്കാനുള്ള ഇലയുണ്ട്. ചേമ്പും ചേനയും കാച്ചിലും എല്ലാം ഒരു തൊടിയിലുണ്ടാവും. ജീവിക്കാൻ അത് മതി നമുക്ക്. പക്ഷേ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇതിനൊന്നും പറ്റുന്നില്ല. കൃഷിയൊക്കെ എല്ലാവരും ഉപേക്ഷിക്കുകയാണ്. നേതാക്കന്മാർക്ക് ഇതിൻ്റെ ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ അവനവൻ്റെ തോട്ടത്തിലേക്ക് കയറുന്ന വന്യമൃഗങ്ങളെ ഓടിക്കാനുള്ള പെർമിഷൻ ഓരോ കർഷകനും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ കൃഷിയും എല്ലാം നിലനിൽക്കും. ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ തീന്മേശകളിൽ വിഭവങ്ങൾ വരാതെ ഇരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവും. അന്നൊക്കെയാണ് നിങ്ങളുടെ കൃഷി വേദനയോടെ ഉപേക്ഷിക്കുന്ന ഓരോ കർഷകൻ്റെയും നെഞ്ചിലെ നോവറിയുകയുള്ളൂ. ഏറ്റവും സംതൃപ്തി കിട്ടുന്നൊരു തൊഴിലാണ് കൃഷി. പക്ഷേ കുരങ്ങും മലയണ്ണാനും ആനയും പന്നിയും വന്നിട്ട് പെരുകിയിട്ട് ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ തോറ്റു പോവുകയാണ്. വന്യമൃഗങ്ങളുടെ മുന്നിലല്ല, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ തോറ്റു പോവുകയാണ്. അതിൽ ഈ പറയുന്ന പോലെ വകഭേദങ്ങളൊന്നുമില്ല കേട്ടോ. പൊതുവെ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇത് വിമർശനമല്ല, ഒരു ദയനീയമായ അവസ്ഥയെ തുറന്നു കാണിക്കുന്നത് മാത്രമാണ്. ഇതിൻ്റെ പേരിൽ ആക്രമിക്കാൻ വരണ്ട.